സർ, സുഡാനിൽ ഒരു ഇന്ത്യക്കാരനെ റാഞ്ചിയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? സുഡാനിൽ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് RSF അവരാണ് അവിടുത്തെ ഈ പട്ടാളത്തിനെതിരെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ 18 മാസത്തിൻ്റെ ഇടയിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ പിടിച്ച് ഇപ്പോൾ തലസ്ഥാനമായ ഖാർട്ടൂം, അത് പട്ടാളത്തിൻ്റെ അടുത്താണ്, ഖാർട്ടൂമിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ വിമതസേന. 2023 മുതൽ സുഡാൻ ആംഡ് ഫോഴ്സസ്, അത് SAF, സുഡാൻ ആംഡ് ഫോഴ്സസ് പട്ടാളം, അവരും RSFും ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസും തമ്മിൽ ഈ തർക്കങ്ങൾ നടക്കുന്നു. 1.32 കോടി ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട് ഇതുവരെ. ഈ ഇന്ത്യക്കാരനെ ഇപ്പോൾ ഈ RSF ഭീകരർ റാഞ്ചിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരനെ. NDTVക്ക് കിട്ടിയ വീഡിയോയിൽ ആണ് ഈ വിവരങ്ങളൊക്കെ ഉള്ളത്. ആദർശ് ബെഹ്റ എന്നാണ് ഇന്ത്യക്കാരൻ്റെ പേര്. ഒഡീഷയിലെ ജഗത് സിംഗ് പൂരിൽ നിന്നുള്ള ആളാണ് ഈ ആദർശ് ബെഹ്റ. 2 RSF ഭടന്മാർക്കിടയിൽ ഈ അതായത് 2 ഭീകരന്മാർക്കിടയിൽ ആദർശ് ബെഹ്റ ഇരിക്കുന്ന വീഡിയോ ആണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇതിലൊരുത്തൻ ഈ ആദർശ് ബെഹ്റയോട് ചോദിക്കുന്നു, നിനക്ക് ഷാരൂഖ് ഖാനെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറൊരാൾ ചോദിക്കുന്നു, ദഗാലോ നല്ലവൻ എന്ന് ഈ വീഡിയോയിൽ പറ. ദഗാലോ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ, അങ്ങേരാണ് ഈ RSFിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആള്, ഭീകര നേതാവ് ദഗാലോ. ആള് നല്ലവനാണ് എന്ന് പറ. അപ്പോൾ ഈ ദഗാലോയെ അവിടെ ഹമേത്തി എന്നും പറയാറുണ്ട്, ഓമന പേര് ഹമേത്തി എന്നാണ്. RSFിൻ്റെ ഡെഡ് ലീഡർ ആണ്. പണ്ട് രഞ്ജി പണിക്കർ ഏതോ സിനിമയിൽ ഇങ്ങനെ ഡെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ RSFിൻ്റെ ഡെഡ് ലീഡർ ആണ് ദഗാലോ. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഷാരൂഖ് ഖാൻ ഇടപെട്ടാലോ, ഷാരൂഖ് ഖാൻ പറഞ്ഞാലോ മറ്റോ ഈ ഇന്ത്യൻ ബന്ദിയെ ഇവർ വിട്ടയക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വിദേശകാര്യ വകുപ്പ് ആരായേണ്ട ഒരു വിഷയമാണ്. ഈ ബെഹ്റയ്ക്ക് 36 വയസ്സാണ്. അൽ ഫാഷിർ നഗരത്തിൽ നിന്നാണ്. അൽ ഫാഷിർ നഗരം 18 മാസത്തിന് ശേഷം പിടിച്ചു. ഈ RSF റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് പിടിച്ചു. അങ്ങനെ അവിടെ നിന്നാണ്, ഈ അൽ ഫാഷിറിൽ നിന്നാണ് ബെഹ്റയെ പിടിച്ചത്. ഖാർട്ടൂമാണ് തലസ്ഥാനം സുഡാൻ്റെ. അവിടെ നിന്ന് 1000 കിലോമീറ്റർ ഉണ്ട് അൽ ഫാഷിറിലേക്ക്. ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് ഇത്. അപ്പോൾ അവിടെ നിന്ന് RSF കോട്ടയായ നയാലയിലേക്ക് ഈ ബെഹ്റയെ കൊണ്ടുപോയി. അവിടെ നിന്നുള്ള വീഡിയോ ആണ് ഇത്. സൗത്ത് ഡാർഫറിൻ്റെ തലസ്ഥാനമാണ് ഈ നയാല. തെക്ക് പടിഞ്ഞാറൻ സുഡാനിലാണ് അത്. ഖാർട്ടൂമിൽ നിന്ന് 1200 കിലോമീറ്റർ വരും ഇപ്പം ബെഹ്റയുള്ള ഈ ബന്ദിയുള്ള നഹാല. 2020 സാധാരണഗതിയിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കാരെ ബന്ദികളാക്കി അവിടെ ഫാക്ടറികളിലെ ജോലി ചെയ്യാനൊക്കെ ചെറിയ ശമ്പളത്തിനൊക്കെ പോകുന്ന ആളുകളൊക്കെയാണ്. ബന്ദികളായി പിടിച്ച പലരെയും വിട്ട് കിട്ടിയതായിട്ടൊന്നും ഇതുവരെ ബുർക്കിന ഫാസോയിലും ഒക്കെ തിരിച്ചു കിട്ടിയതായിട്ടൊന്നും വിവരമില്ല. 2022 മുതൽ ബെഹ്റ ഈ സുക്കറാത്തി പ്ലാസ്റ്റിക് ഫാക്ടറിയിൽ ജോലി ചെയ്യായിരുന്നു. ഭാര്യ സുസ്മിത പറയുന്നുണ്ട് അവർക്ക് 2 കുട്ടികളുണ്ട്. 8 വയസ്സും 3 വയസ്സുള്ള 2 ആൺകുട്ടികളാണ് അവർക്കുള്ളത്. ഒരു കുടുംബമാണ് NDTVക്ക് വീഡിയോ അയച്ചു കൊടുത്തത്. ഈ ബെഹ്റ കൈക്കൂപ്പി നിലത്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. എന്നിട്ട് ബെഹ്റ പറയാണ്, ഞാനിപ്പോൾ അൽ ഫാഷിറിലാണ് ഉള്ളത്. മോശം അന്തരീക്ഷമാണ്. കഴിഞ്ഞ 2 വർഷവും വളരെ മോശമായിരുന്നു. കുടുംബത്തിന് വലിയ സങ്കടമുണ്ട്. ഒഡീഷ സർക്കാർ സഹായിക്കണം എന്നാണ് വീഡിയോയിൽ ബെഹ്റ പറയുന്നത്. അപ്പോൾ അവിടെ ഒട്ടകപ്പുറത്തും ടൊയോട്ടയിലും ഒക്കെ ആയിട്ടാണ് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്
സുഡാൻ പിടിച്ചടക്കാനായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നു. 18 മാസം കൊണ്ട് അൽ-ഫാഷിർ പിടിച്ചടക്കി. ആഗോള കോടതി ഇവരെ ഇനിയും ഇതൊക്കെ തുടർന്നു കഴിഞ്ഞാൽ യുദ്ധക്കുറ്റവാളികളായിട്ട് വിധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടക്കൊലയും ബലാത്സംഗവും ഒക്കെ നടത്തുന്നുണ്ട് ഇവരെ, ഈ RSF. ഈ ഇന്ത്യയിൽ സുഡാൻ ഒരു സ്ഥാനപതിയുണ്ട്, ഡോക്ടർ മുഹമ്മദ് അബ്ദുള്ള അലി എൽ ടോം എന്നാണ് സ്ഥാനപതിയുടെ പേര്. ഈ സ്ഥാനപതിയെ NDTV സമീപിച്ചു, ഈ ബഹ്റയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ. അപ്പോൾ അങ്ങേര് പറഞ്ഞു അവിടെ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ടാണെന്ന് അറിയാമല്ലോ, ഇവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ആശയവിനിമയം നടത്താൻ പറ്റില്ല. കുഴപ്പം വരില്ല എന്ന് പ്രതീക്ഷിക്കാം, ഒന്നും പ്രവചിക്കാൻ വയ്യ. ശുഭപ്രതീക്ഷ നിലനിർത്താൻ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല എന്ന് സ്ഥാനപതി പറഞ്ഞു ബഹ്റയുടെ കാര്യത്തിൽ. മാർച്ച് 22-ാം തീയതി ഇവര് ഈ RSF മധ്യ ഖാർട്ടൂമിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം പിടിച്ചു. പിന്നെ ഡ്രോൺ ആക്രമണം നടത്തി. പട്ടാള വക്താവ് കൊല്ലപ്പെട്ടു. സുഡാൻ TVയിലെ 3 ക്രൂവും കൊല്ലപ്പെട്ടു. ഈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു TV ക്രൂ, അവരും കൊല്ലപ്പെട്ടു ഡ്രോൺ ആക്രമണത്തിൽ. അപ്പോൾ സുഡാനിലെ അവസ്ഥ വളരെ കഷ്ടമാണ്. RSF ഈ നോർത്ത് ഡാഫറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള എൽ-ഫാഷർ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഈ എൽ-ഫാഷർ അത് ആ തലസ്ഥാനം വീണ് കഴിഞ്ഞു. അവിടെ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. 40,000 മരണം 2.5 കൊല്ലമായിട്ട് സുഡാനിൽ നടന്നിട്ടുണ്ട്. മരണം എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല. 1.2 കോടി ആളുകൾ പലായനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒറ്റ ദിവസം ഈ എൽ-ഫാഷർ പിടിക്കുന്ന ദിവസം 2000 പേരെ കൊല ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 മുസ്ലിം ഗോത്രങ്ങൾ തമ്മിലുള്ള പരസ്പരം വെട്ടലാണ് നടക്കുന്നത് അവിടെ. അപ്പോൾ അവസാനത്തെ ഈ കോട്ട ആണിപ്പോൾ വീണിരിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നത് ഒറ്റ ദിവസം കൊന്നത് 1500 പേരെയാണ് ഈ RSF കൊന്നത് എന്നാണ് പറയുന്നത്. 12 ലക്ഷം പേര് 18 മാസമായിട്ട് അണ്ടർ സീച്ച് എന്ന് പറഞ്ഞാൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ RSF സേന വളഞ്ഞിട്ട് കാലിത്തീറ്റൊക്കെ ആയിട്ടാണ് ഭക്ഷണത്തിനുള്ളത് അവർക്ക്. പിന്നെ 56 കിലോമീറ്റർ ദൂരെയുള്ള ഡാറിയർ എന്ന് പറഞ്ഞ സ്ഥലത്തും RSF ഭീകരർ കൂട്ടക്കൊല നടത്തുന്നുണ്ട്. ഈ ആശുപത്രികളിൽ കിടക്കയിൽ കിടക്കുന്ന പരിക്കേറ്റ് കിടക്കുന്ന പട്ടാളക്കാരെയും കൊല്ലുന്നുണ്ട്, സ്ത്രീകളെ കൊലപ്പെടുത്തുന്നുണ്ട്. എൽ-ഫാഷറിൽ നിന്ന് 55 കിലോമീറ്റർ അവിടെയുള്ള താവിലയിൽ വലിയ കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളിലുണ്ട്. അപ്പോൾ സുഡാനിലെ അവസ്ഥ ഇതാണ്. സുഡാനിലെ ഈ അവസ്ഥയിലൊരു ഇന്ത്യക്കാരനും റാഞ്ചി, ഇന്ത്യക്കാരനെ ബന്ദിയാക്കി. അപ്പോൾ നിനക്ക് മറ്റേ ഷാരൂഖ് ഖാനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലേ അറിയാവുന്ന ആളൊരു ഷാരൂഖ് ഖാനാണ്. അപ്പോൾ ഷാരൂഖ് ഖാൻ്റെ ഒരു വീഡിയോ ഇവിടെ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഡൽഹിയിലെ സുഡാൻ സ്ഥാനപതിക്ക് കൊടുക്കണം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ആളാണ് സ്ഥാനപതി. അപ്പൊ വേറെ വഴി നോക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.